കടുവയെ പിടികൂടാൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് വനംവകുപ്പ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 3 ടീമായാണ് തെരച്ചിൽ നടത്തുന്നത്. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ ഉൾപ്പെടെ പ്രദേശത്തെത്തിക്കും. പെരുന്തട്ടയിലെ കടുവയ്ക്കായും നിരീക്ഷണം തുടരുകയാണ്. ഫൈസൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പുൽപ്പള്ളിയിൽ വലിയ തരത്തിലുള്ള വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങളെ ഇതിനോടകം കടുവ ഭക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കടുവയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ആ കടുവ ആക്രമിച്ച പശുവിന്റെ ജഡമെടുത്തുകൊണ്ട് പുൽപ്പള്ളി ടൗണിൽ ഫോറസ്റ്റിന്റെ ജീപ്പിന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധത്തിനൊക്കെ പുൽപ്പള്ളി സാക്ഷ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഇതിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ പുൽപ്പള്ളിയുടെ ഭാഗത്ത് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തരുന്ന ഉന്നതതല യോഗത്തിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇന്ന് ഈ കൃത്യമായി രാവിലെയോട് കൂടി തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വനംവകുപ്പ് കടുവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി കുങ്കിയാനകളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ നടത്തുന്നു. ഇതിന് തിരച്ചിലിനായി ഡ്രോൺ ഉൾപ്പെടെ ഉൾപ്പെടുത്തുന്നുമുണ്ട്. വലിയ തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സർവ്വസന്നദ്ധമായിക്കൊണ്ട് തന്നെയാണ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികളായിരിക്കും ആരംഭിക്കുക. ഒരുപക്ഷെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിലൊക്കെ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത. ജനങ്ങളുടെ ഒരു ആശങ്ക ഇപ്പോഴും പുൽപ്പള്ളി നിലനിൽക്കുന്നുണ്ട്. കാരണം കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല, കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കടുവയുടെ ഒരു സാന്നിധ്യം പുൽപ്പള്ളിയുടെ ഭാഗത്തില്ല. പക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയോട് കൂടിയൊക്കെ ഒരുപക്ഷെ തിരിച്ച് കടുവ നാട്ടിലേക്ക് ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് വളരെ ആശങ്കയുണ്ട്. എന്നിരുന്നാലും കുറച്ചു മുമ്പ് അനൗൺസ്മെന്റ് വാഹനം ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനമൊക്കെ പുൽപ്പള്ളിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കടുവയെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈസലാണ് വിശദാംശങ്ങൾ നൽകിയത്.